സിന്ദൂരരേഖ ഭാഗം 77. മനു വന്ന് നോക്കുമ്പോൾ കട്ടിലിൽ കിടന്നിരുന്ന അമ്മാളു എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അവൻ പുഞ്ചിരിയോടെ ഡ്രസ്സ് മാറി ബാത്റൂമിൽ കയറിയിരിക്കുകയാണ് അവൾ. അമ്മു, എനിക്ക് കുളിക്കണം, ഉണ്ണി ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ പറഞ്ഞു. മനു അമ്മാളുവിനെ കതകിൽ തട്ടി വിളിച്ചു കഴിഞ്ഞ് ഒരുപാട് നേരം കഴിഞ്ഞപ്പോഴാണ് അവൾ ഇറങ്ങി വന്നത്. പക്ഷേ മനുവിനെ നോക്കാതെ അമ്മാൾ കടന്നു പോകാൻ ഒരുങ്ങിയെങ്കിലും നടക്കാൻ ഒരുങ്ങിയപ്പോൾ മനു അവളെ തടഞ്ഞു നിർത്തി. എൻ്റെ അമ്മുവിന് ഈ നാണം നല്ല ഭംഗിയുണ്ട്. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് ചെവിയിലായിട്ട് സ്വകാര്യം പറയും പോലെ പറഞ്ഞു. ഇക്കിളി ആയതുപോലെ അമ്മാള് മുഖം വെട്ടിച്ചു. അവനെ നോക്കാനാവാത്തതുപോലെ അവളുടെ മുഖം നാണം കൊണ്ട് താഴ്ന്നു പോയി. ഉണ്ണിയാണ് വന്നിരുന്നത്, ഫുഡ് കഴിക്കാൻ താഴേക്ക് ചെല്ലാൻ പറഞ്ഞു. അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് മനു പറഞ്ഞു, ഞാൻ വന്നോളാം, നീ പൊക്കോ. മനു പറഞ്ഞതും അത് സമ്മതിച്ചുകൊണ്ട് അമ്മാള് നേരെ താഴേക്ക് നടന്നു. നോക്കുമ്പോൾ ഉണ്ണി ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ട്. അമ്മ ഭക്ഷണമൊക്കെ റെഡിയാക്കുകയായിരിക്കും എന്ന് അമ്മാൾ ഊഹിച്ചു. ആഹാ, ഏട്ടത്തി വന്നോ? അവളെ കളിയാക്കുന്നത് പോലെയായിരുന്നു അവൻ ചോദിച്ചത്. അത് കേട്ടതും അമ്മാളും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അന്നേരം അവൻ അവളെ നോക്കി ചിരിച്ചു കാണിച്ചതും അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് നേരെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ അമ്മ ഭക്ഷണമൊക്കെ എടുത്തു വെക്കുവാണ്. അവളും അതിനൊപ്പം കൂടി. 4 പേരും ചേർന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം കിടക്കാനായിട്ട് മുറിയിലേക്ക് വന്നിരിക്കുവാണ് അമ്മാളുവും മനുവും. നാളെ നമുക്കൊന്ന് അമ്പലത്തിൽ പോവാം മനുവേട്ടാ. കിടന്ന് അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ചുകൊണ്ട് അമ്മാളു അവനോടായി ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി. കാരണം ഇന്ന് രാവിലെയും 2 പേരും കൂടി അമ്പലത്തിലേക്ക് പോയതാണ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെയും എന്തിനാണ് നാളെ വീണ്ടും അമ്പലത്തിലേക്ക് പോകുന്നത് എന്ന ചിന്തയായിരുന്നു അവനിൽ. നമ്മൾ 2 പേരും കൂടി ഇന്ന് അമ്പലത്തിൽ പോയതല്ലേ ഉള്ളൂ, പിന്നെന്തിനാ വീണ്ടും ഇനി നാളെ പോകുന്നത്? ഇന്ന് പോയപ്പോഴും മനുവേട്ടൻ അമ്പലത്തിനുള്ളിലേക്ക് കയറി പ്രാർത്ഥിച്ചില്ലല്ലോ, എന്നാലും എനിക്ക് വേണ്ടി നീ കയറി പ്രാർത്ഥിച്ചല്ലോ, മനു തിരികെ ചോദിച്ചു. അങ്ങനെയല്ല മനുവേട്ടാ, നാളെ നമുക്ക് 2 പേർക്കും ചേർന്ന് അമ്പലത്തിലേക്ക് പോവാം. നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ജോലിക്ക് പോവാം. വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും അവളുടെ ആഗ്രഹമല്ലേ എന്ന് കരുതി അവൻ അതിന് വെറുതെ സമ്മതം മൂളിക്കൊടുത്തു. 2 പേരും ചേർന്ന് കിടക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ 2 പേർക്കും ഉറക്കം വരുന്നുണ്ടായില്ല. അമ്മ ഉറങ്ങിയോ? കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഉറക്കം വരുന്നില്ല എന്നായതും അവൻ അവളോടായിട്ട് ചോദിച്ചു. എന്താണെന്ന് അറിയില്ല മനുവേട്ടാ, എനിക്ക് ഉറക്കം വരുന്നില്ല. നമുക്ക് കുറച്ചു നേരം പോയി ബാൽക്കണിയിലിരുന്നാലോ? ഉറക്കം വരുന്നില്ല എന്നായതും 2 പേരും ചേർന്ന് ബാൽക്കണിയിലേക്ക് പോയിരുന്നു. അമ്മു, ഹാവ് യു ലവ്ഡ് മീ? എന്താ? എങ്ങനെയാ നീ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത്? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ടൈം ടു ഡിസ്ക്ലോസ്, അങ്ങനെയാണോ മനുവേട്ടാ? അവൻ്റെ ആ ചോദ്യം കേട്ടതും അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ തന്നെ അമ്മാളു തിരികെ ചോദിച്ചു. അറിയാനൊരു കൊതി പോലെ. ടു നോ വാട്ട് മാജിക് ഐ ഹാവ് ഡൺ ടു യു. ഞാൻ പോലും അറിയാതെ നീ എങ്ങനെ എന്നെ സ്നേഹിച്ചു. ഞാൻ കരുതിയത് എന്തെങ്കിലും ഞാൻ ചോദിക്കാതെ തന്നെ നീ എന്നോടിത് പറയുമെന്നാണ്. ബട്ട് ഇന്ന് വരെ അതുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ചോദിക്കാമെന്ന് കരുതി. കുറച്ച് ദിവസമായിട്ട് ഞാനിത് ചോദിക്കണമെന്ന് കരുതുന്നു, പക്ഷേ എന്തോ ഒന്ന് പിന്നിലേക്ക് വലിക്കുന്നു. ആൻഡ് നൗ ഐ തിങ്ക് ഇറ്റ്സ് ദ ടൈം. അവൻ പറഞ്ഞതും അമ്മാളും അവനെ നോക്കി ഒന്ന് നേർമയായി പുഞ്ചിരിച്ചു. പൊട്ടിപ്പെണ്ണായിരുന്നു ഞാൻ മനുവേട്ടാ. എത്താത്ത കൊമ്പിലെ മാമ്പഴം വേണമെന്ന് പറയും പോലെ ആയിരുന്നു നിങ്ങളെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച എൻ്റെ മനസ്സ്. അമ്മാള് പറഞ്ഞു തുടങ്ങിയതും മനു സംശയത്തോടെ അവളെ നോക്കി. അച്ഛൻ ദേവർമഠത്തിലെ കാര്യസ്ഥനായിരുന്ന കാര്യമൊക്കെ മനുവേട്ടന് അറിയാമല്ലോ. ശരിക്കു പറഞ്ഞാൽ ഒരു 10 വർഷം മുൻപ്, അതായത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അപ്പോൾ ഒന്ന് തീരെ ചെറുതാണ്. വൈകുന്നേരം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവനെയും വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് വരാറുള്ളത്. അന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ വീട് അടഞ്ഞു കിടക്കുമായിരുന്നു. സാധാരണ എപ്പോഴും അമ്മ വീട്ടിലുണ്ടാകാറുള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഇതെല്ലാവരും കൂടി എവിടെ പോയി എന്ന ചിന്തയായിരുന്നു. വാതിൽ തുറന്നു കിടന്നിരുന്നു. അകത്തേക്ക് കയറി. പക്ഷേ എങ്കിലും അച്ഛനും അമ്മയും ഒന്നും അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. അവരെങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് എന്നും അറിയില്ലായിരുന്നു. അകത്തേക്ക് കയറി അച്ഛനെയും അമ്മയെയും കാത്തിരുന്നു. അപ്പുറത്തെ വീട്ടിലുള്ളവരോടൊക്കെ അമ്മയെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ചു മുൻപായിട്ട് തന്നെ അമ്മ ധൃതി പിടിച്ച് ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എങ്ങോട്ടാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അമ്മയെ കാത്തിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വീടിന് മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അന്നേരം അടികൊണ്ട് അവശനായതുപോലെ വരുന്ന അച്ഛനെയും അച്ഛനെ താങ്ങി പിടിച്ചു കൊണ്ടുവരുന്ന അമ്മയെയുമാണ് കണ്ടത്. ചോദിച്ചപ്പോൾ ദേവർമഠം തറവാട്ടുകാരുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് അച്ഛനെ പോലീസിൽ കുടുക്കിയതാണത്രേ. ഈയൊരു പ്രശ്നം പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ശ്രീയമ്മ ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്നത്. അന്നു മുതലാണ് ശ്രീയമ്മയെ പരിചയം. അതിനുശേഷം അമ്മ ഇടപെട്ടാണ് അച്ഛനും തറവാട്ടുകാരും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചത്. എങ്കിലും പിന്നീട് അച്ഛൻ അങ്ങോട്ടേക്ക് ജോലിക്കൊന്നും പോയില്ല. പിന്നെ ആയപ്പോൾ ശ്രീയമ്മ ഇടയ്ക്ക് വീട്ടിലേക്ക് വരും.
അങ്ങനെ അങ്ങനെ ശ്രീയമ്മ ശരിക്കും എൻ്റെ അമ്മയെപ്പോലെ തന്നെ ആയി. അമ്മയ്ക്ക് നാവെടുത്താൽ പറയാനുണ്ടായിരുന്നത് നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് മാത്രമാണ്. അതിലൊരു ദിവസം ഒരു 100 തവണയെങ്കിലും മനു എന്ന പേര് പറയും. കേട്ട് കേട്ട് എപ്പോഴോ ആ പേര് ശ്രദ്ധിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ആ പേരിനോടൊരു ആരാധന തോന്നി. പിന്നീട് ആ ആരാധന പ്രണയമായിട്ട് മാറി. ആരോടും പറഞ്ഞില്ല. അല്ലെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ അവർ കളിയാക്കും. ഒന്ന് കാണുക പോലും ചെയ്യാത്ത ഒരാളെ പ്രണയിക്കുന്നു. ഇടയ്ക്ക് ഞാൻ തന്നെ എനിക്കെന്തോ ഭ്രാന്താണെന്ന് കരുതും. അത് കഴിഞ്ഞാണ് നിങ്ങൾ സ്വന്തമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഉള്ളിലൊരു റിഗ്രറ്റ് തോന്നി. കാരണം അത്ര വലിയൊരു ഡോക്ടറായ ആളെ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് മനസ്സ് തന്നെ പറയാൻ തുടങ്ങിയിരുന്നു. എങ്കിലും മനസ്സ് തന്നെ അത് സമ്മതിച്ചു തരുന്നുണ്ടായില്ല. പക്ഷേ മനസ്സിൽ ഇത്രയും ആഗ്രഹത്തോടെ പ്രണയിച്ച് ആലോചിച്ച് വളർത്തുന്ന ഒരാളെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാണാതെ തന്നെ പ്രണയിച്ചു. ശരിക്കും ഇടയ്ക്ക് ഞാൻ ആലോചിക്കും എനിക്ക് തന്നെ വട്ടാണോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കോളേജിൽ ചേർന്ന സമയം. ശ്രീയമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഭരതനാട്യം പഠിക്കാൻ വേണ്ടി പോയത്. കോളേജിൽ ചേർന്ന് ഇടയ്ക്ക് തന്നെ ആയിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ തന്നെ ഞാൻ കോളേജിൽ പോയില്ല. അങ്ങനെ ഒരിക്കൽ എന്തോ ഒരു പ്രോഗ്രാം ആണെന്ന് പറഞ്ഞ് ഞാൻ കോളേജിൽ പോയില്ല. എന്തോ ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാം ആയിരുന്നു. എങ്കിലും നല്ല മടിയായതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ രാവിലെ അമ്മയോട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയമാണ് ഫോണിലൊരു മെസ്സേജ് വരുന്നത്. നോക്കുമ്പോൾ ഇന്ന് നടക്കുന്ന പരിപാടിയുടെ ബ്രോഷറായിരുന്നു. വെറുതെ അതൊന്ന് എടുത്തു നോക്കി. ആദ്യം ശ്രദ്ധിച്ചില്ലെങ്കിലും അതിലെ ചീഫ് ഗസ്റ്റിൻ്റെ പേര് നോക്കിയപ്പോൾ ഡോക്ടർ മാനവ് വർമ്മ. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. നേരെ പോയി കോളേജിലേക്ക്. അന്ന് കോളേജിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് പിന്നെ ഇത് കണ്ട് കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അമ്മയോടന്ന് എന്തൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ഓർക്കുമ്പോൾ ഇപ്പോൾ ചിരി വരുന്നു. ബ്ലഡ് ഡൊണേഷൻ ക്ലാസ്സാണ്. ക്ലാസ്സിലുള്ള എല്ലാവരും കേൾക്കണമെന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വേഗം റെഡിയായി ഇറങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ കോളേജിലേക്ക് എത്തിയപ്പോഴേക്കും ഓഡിറ്റോറിയത്തിൽ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാവരും കയറിയിരുന്ന ഓഡിറ്റോറിയം ഫുള്ളായിരുന്നു. ഓഡിറ്റോറിയത്തിൽ തന്നെ ഏറ്റവും പിന്നിലായിട്ടുള്ളൊരു സീറ്റിലാണ് എനിക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയത്. എങ്കിലും അവിടെ ഇരുന്നു. ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എപ്പോൾ വരുമെന്നറിയാനായിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെത്തി. അന്നേരം മനുവേട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ശരിക്കും ഫോമൽ വേഷത്തിൽ ഷർട്ടൊക്കെ ഇൻ ചെയ്ത്. അന്നേരം ആർക്കായാലും ഒരു ക്രഷൊക്കെ തോന്നിപ്പോകും. അന്ന് ആദ്യമായിട്ട് ഞാനൊരു പ്രസംഗം മുഴുവൻ കേട്ടു. പ്രസംഗമൊന്നും തീർത്ത് പറയാനാവില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർത്തു. അതെല്ലാം ഞാൻ താല്പര്യത്തോടെ കേട്ടിരുന്നു. അത് കഴിഞ്ഞ് മനുവേട്ടൻ്റെ പ്രസംഗം കഴിഞ്ഞ സമയത്തായിരുന്നു എൻ്റെ അരികിലിരുന്ന് 2 പെൺകുട്ടികൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. ശരിക്കു പറഞ്ഞാൽ ഞാൻ കരുതിയത് മനുവേട്ടന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അവരുടെ സംസാരം കേട്ടപ്പോഴാണ് എൻ്റേത് വെറും പൊട്ട ചിന്തയാണെന്ന് മനസ്സിലായത്. അവർ മനുവേട്ടനെക്കുറിച്ച് ആരാധന പോലെ പറയുന്നു. ചികിത്സിച്ചാൽ വേഗം തന്നെ അസുഖം മാറും, എല്ലാവർക്കും വലിയ കാര്യമാണ്, അങ്ങനെയൊക്കെ. കേട്ടിരിക്കാനൊരു സുഖം ഉണ്ടായിരുന്നുവെങ്കിലും ആ പെൺകുട്ടികൾ അങ്ങനെ പറയുന്നത് അത്ര ഇഷ്ടമായില്ല എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ സ്റ്റേജിലായിരുന്നു. അതിനിടയിൽ ഈ പെൺകുട്ടികൾ പറയുന്നതും കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് മനുവേട്ടൻ പോകാൻ എഴുന്നേറ്റത്. നോക്കിയപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറാൻ വന്നപ്പോഴേക്കും കുറേ പെണ്ണുങ്ങൾ ചുറ്റും കൂടി വന്ന് ഓട്ടോഗ്രാഫ് വാങ്ങുന്നു. അതുകൂടാതെ സെൽഫി എടുക്കുന്നു. എനിക്കതൊക്കെ കണ്ടിട്ട് മനുവേട്ടൻ ശരിക്കും ഡോക്ടറാണോ അതോ ഇനി വല്ല ഫിലിം സ്റ്റാർ വല്ലതും ആണോ എന്ന് തോന്നിപ്പോയി. അത്രയും സ്റ്റാർഡുള്ള ഒരാളോട് പെരുമാറും പോലെ ആയിരുന്നു അവരെല്ലാവരും കൂടി ചുറ്റും കൂടി നിന്നത്. അന്നേരം മുതലാണ് എൻ്റെ മനസ്സൊന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മനുവേട്ടൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും അല്ലെന്ന്. എത്താത്ത കൊമ്പിലെ മാമ്പഴം പോലെയാണെന്ന്. അന്ന് അവിടെ നിന്ന് തിരികെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാലും മനസ്സാകെ മരവിച്ചു പോയതുപോലെ ആയിരുന്നു. ഇത്ര നാളും ഞാൻ ഏറെ ആഗ്രഹിച്ചൊന്ന് എനിക്ക് കിട്ടില്ലെന്ന് മനസ്സിലിരുന്ന് ആരോ പറയും പോലെ. ഒരിക്കലും കിട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ മനസ്സൊന്ന് പതിയെ മായ്ച്ചു കളയാമെന്ന് കരുതി. ഒരു സുന്ദരമായ സ്വപ്നമാണെന്ന് കരുതി കളയാൻ തോന്നി. എങ്കിലും ഇത്ര നാളും മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നതല്ലേ. ഇന്ന് മാത്രമാണ് നേരിൽ കണ്ടത്. എങ്കിൽ പോലും മനസ്സിൽ രൂപമില്ലാതെ തന്നെ ഒരാളെ ഞാൻ ഏറെ സ്നേഹത്തോടെ പ്രണയത്തോടെ സങ്കല്പിച്ചു വെച്ചിരിക്കുമല്ലേ. അതൊക്കെ പെട്ടെന്നങ്ങ് മറന്നു കളയാനാവില്ലല്ലോ. എങ്കിലും സമയമെടുത്താണെങ്കിലും ഡോക്ടർ മാനവ് വർമ്മയെ ഇനി മനസ്സിൽ നിന്ന് നീക്കി നിർത്തിയേ ശരിയാവൂ എന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും മറ്റൊരു വാർത്ത. വർമ്മ ഹോസ്പിറ്റൽ വീണ്ടും വലുതാക്കി. പുതിയൊരു ബ്രാഞ്ച് കൂടി വരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ആ ഭാഗത്തേക്ക് ചിന്തിക്കാൻ പോകണ്ടെന്ന് കരുതി. അങ്ങനെ പിന്നെയും അത് കഴിഞ്ഞപ്പോഴാണ് ഒരിക്കൽ ശ്രീയമ്മ കരഞ്ഞു വന്ന് മനുവേട്ടൻ്റെ കാര്യമൊക്കെ പറയുന്നത്. എത്രയൊക്കെ മനസ്സിലില്ലാന്ന് പറഞ്ഞിട്ടും അമ്മ പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി. പിന്നീടുള്ള ഓരോ ദിവസവും അമ്മ വരുമ്പോൾ എപ്പോഴും പറയാനുണ്ടായിരുന്നത് മനുവേട്ടൻ്റെ കാര്യമായിരുന്നു. എപ്പോഴും പറഞ്ഞു വിഷമിക്കും. അത് കാണുമ്പോൾ അച്ഛനും സങ്കടമാവും. ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. എങ്കിലും അമ്മയുടെ ഉള്ളം നീറുന്നത് എൻ്റെ അച്ഛന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു മനുവേട്ടൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. കേട്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി. പിന്നെ ആളുകൾ പറഞ്ഞൊക്കെ കേട്ടിരുന്നു. എങ്കിലും അമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞ മനുവേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു.
പിന്നീട് അമ്മ വന്ന് പറഞ്ഞ് കേസൊക്കെ കോംപ്രമൈസ് ആയിന്ന്. എങ്കിലും പിന്നീട് മനുവേട്ടൻ ഹോസ്പിറ്റലിൽ പോകാത്തതൊക്കെ അമ്മയ്ക്ക് ശരിക്കും സങ്കടമുള്ള കാര്യമായിരുന്നു. അങ്ങനെ പോയപ്പോൾ ഒരിക്കൽ അമ്മ പറഞ്ഞാണ് അറിയുന്നത് മനുവേട്ടൻ ഇനി വിവാഹവും ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാതായിന്ന്. അപ്പോൾ എൻ്റെ അച്ഛനാണ് എന്നെ മനുവേട്ടന് വേണ്ടി ആലോചിച്ചത്. അമ്മ അപ്പം തന്നെ വേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നീട് ഞാനും പറഞ്ഞു എനിക്ക് മനുവേട്ടനെ വിവാഹം ചെയ്താൽ മതിയെന്ന്. അപ്പോഴും അമ്മ എതിർക്കുകയാണ് ചെയ്തത്. മനുവേട്ടൻ എന്നെ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞു അമ്മ. എങ്കിലും അതെല്ലാം സഹിച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ എനിക്ക് ഓക്കെയാണ് എന്ന് ഞാനും കൂടി പറഞ്ഞപ്പോഴാണ് അമ്മ ഈ വിവാഹം നടക്കുന്നതിന് മുൻകൈ എടുത്തത്. അങ്ങനെ ഇഷ്ടമില്ലാതെ എന്നെ വിവാഹം ചെയ്ത ഈ ഡോക്ടർ ഇപ്പോൾ ഇവിടെ എൻ്റെ കൂടെ ഇങ്ങനെ എന്നെ സ്നേഹിച്ചങ്ങനെ ഇരിക്കുന്നു. ഒരു കുഞ്ഞു കഥ പറയും പോലെ അമ്മാളും അവനോട് തൻ്റെ ജീവിതം പറഞ്ഞു തീർത്തിരുന്നു. ചെറിയൊരു കഥ പറയും പോലെ അമ്മാളും അവനോട് അവളുടെ ജീവിതം പറഞ്ഞു തീർത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുവിന് അത്ഭുതമാണ് തോന്നിയത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.